ഞാൻ കാക്കനാട് കമ്പനിയിൽ ജോലിക്ക് പോയി. അതായത് അവിടെ ഗ്ലൗസ് കമ്പനിയാണ്, ഓപ്പറേഷൻ ഗ്ലൗസിനുള്ള കമ്പനിയാണ്. വലിയ മുട്ടികളാണ്. ഒരു 20 കിലോ പീസായി കൊടുത്താൽ മതി ബോയിലറേക്ക് ഇടാൻ വേണ്ടി. 2 കമ്പനി ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ മാറി മാറി പണകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഉച്ചയ്ക്ക് അതിൻ്റെ അകത്ത് തന്നെ കമ്പനിയുടെ കോമ്പൗണ്ടിൻ്റെ ക്യാൻറ്റീനിൽ അവിടെ ഭക്ഷണം കഴിച്ചൊക്കെ ചെയ്ത് ബാക്കിയുള്ള സമയത്ത് ഇരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും കയറും. ഞാവൽപ്പഴം മുറിക്കാൻ പോകും. ഒരു 100-120 ഞാവലുണ്ടായില്ല. 110 കമ്പനി ഭയങ്കര കോമ്പൗണ്ടാണ് കാക്കനാട് വ്യവസായ മേഖല. അപ്പോൾ എല്ലാ ദിവസവും 2 കിറ്റായിട്ട് കയറും, ഞാവൽപ്പഴം പറിക്കും. പന്നോടി സെക്യൂരിറ്റി, സർക്കാരിൻ്റെ സെക്യൂരിറ്റിക്കാർ നിൽക്കണം, ലേഡീസും ജെൻസും ഉണ്ട്. അവർക്കൊക്കെ കൊടുത്ത് പന്നോടി ബസ്സിലൊക്കെ കൊടുത്ത് അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം കയറി കഴിഞ്ഞപ്പോൾ ആ ചവിട്ടി കൊമ്പ് വീണ് താഴത്തേക്ക് വീണ്, സാർട്ട് റോഡിലേക്കാണ് വീണത്. ചവിട്ടി കൊമ്പ് ഞാവലല്ലേ ഉരിഞ്ഞ് താഴത്തേക്ക് വീണപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പണി കിട്ടിയിരുന്നു. കാരണം അകത്ത് ഈ സാധനം കിടക്കാനുള്ള സ്റ്റീലാട് കിടക്കാല്ലേ, 12 വർഷമായിട്ട് കിടക്കാല്ലേ. അപ്പോൾ അങ്ങനെ തന്നെ വണ്ടി വന്നു. സാറ് പറഞ്ഞു, സാറ് എന്നെ ഇരുത്തി കൊണ്ടുപോകരുത്, കിടത്തി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. നേരെ വണ്ടിയിൽ കിടത്തി സെൻട്രൈസ് ഹോസ്പിറ്റലിൽ കൊണ്ട് കയറ്റി. അപ്പോൾ ഈ സ്റ്റീലാട് ഒടിഞ്ഞെടുക്കാണല്ലോ. പിന്നെ അതിന് പകരം സ്റ്റീലാട്, ചങ്ങല, നെറ്റ് ബോൾട്ടൊക്കെ ചെയ്ത് 12 മണിക്കൂറോളം ഓപ്പറേഷൻ ടൈമിനെടുത്ത് ഡോക്ടർ മഞ്ജുനാഥ് ഏതാണ്ടൊരു 8 ലക്ഷം രൂപയോളം ഹോസ്പിറ്റലിൽ, ചിലപ്പോൾ കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റൽ അവിടെ അടുത്തായിരുന്നല്ലോ. അവിടെ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉള്ളോടത്. അങ്ങനെ കൊണ്ടുപോയി കയറ്റി. അപ്പോൾ ആ സാധനം 18 മാസത്തെ കാലാവധി പറഞ്ഞതാണ്. ഈ സ്റ്റീലാട് പുറത്ത് ക്ലിപ്പ് കിടക്കണം. 12 വർഷം കഴിഞ്ഞു. അതും ഡോക്ടറെ കാണാൻ പോകുന്നില്ല ഇപ്പം.